പ്രൈസ് ലോർഡ്. കർത്താവിനെ ദിവസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യോഹന്നാൻ ഉണ്ടായ വെളിപ്പാട്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം, വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദിജാതൻ ഭൂരാജകന്മാർക്ക് അധിപതിയും ആയ യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഇത് യേശു സ്നേഹിച്ച യേശുവിന്റെ കൂടെ ഉണ്ടായ അപ്പോസ്തലന്മാരിൽ ഒരാളായിരുന്ന അപ്പോസ്തലനായിരുന്ന യോഹന്നാനുണ്ടായ വെളിപ്പാടാണ്. അതിനെ വെളിപ്പാട് പുസ്തകം എന്ന് നമുക്ക് രേഖപ്പെടുത്തി തരികയാണ്. ഈ വെളിപ്പാട് പുസ്തകത്തിനകത്ത് ദൈവം നൽകിയിരിക്കുന്ന അതിശ്രേഷ്ഠമായ അനവധി ഉപദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ ഉപദേശത്തിനകത്ത് അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ പറയുന്ന അതിശക്തമായ ഒരു സന്ദേശമാണ്, വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദിജാതനും ഭൂരാജകന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിന്ന് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. നമ്മൾ ചിന്തിക്കുന്ന അത് കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ എന്ന് ആശീർവദിച്ചനുഗ്രഹിച്ച് ജനത്തിന് നൽകിത്തരുന്ന ശക്തമായ ദൂതാണ്. പ്രൈസ് ലോർഡ്. അപ്പൊ അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ ഇങ്ങനെ ഈ വചനം എഴുതണമെങ്കിൽ തന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നത് കൊണ്ട് യോഹന്നാന് ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹിച്ച് ആശംസകളോടെ ഈ വചനം നമുക്ക് നൽകി തരികയാണ്. അപ്പൊ ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്കോട് ഞാൻ പറയുന്നത്, ഈ വചനം ഞാനും നിങ്ങളോട് സംസൂക്ഷിക്കുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ ലേഖനങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോൾ പൗലോസിന്റെ ലേഖനത്തിന്റെ അവസാനങ്ങളിലെല്ലാം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നമ്മോട് കൂടി ഇരിക്കട്ടെ, അവരുടെ സമാധാനം നമ്മോട് കൂടി ഇരിക്കട്ടെ എന്ന് കാണാൻ കഴിയും. പത്രോസിന്റെ ലേഖനങ്ങൾ നമ്മൾ വായിച്ചാലും പത്രോസും അവസാനം ജനത്തെ ആശീർവദിച്ച് അനുഗ്രഹിക്കാനായിട്ടുള്ള സന്ദേശങ്ങൾ കാണാൻ കഴിയും. അതുപോലെ യോഹന്നാൻ എഴുതിയ സുവിശേഷമായിരുന്നാലും ലേഖനമായി നോക്കിയാലും അതിനകത്തും ഇത് തന്നെയാണ്. അപ്പോൾ യോഹന്നാൻ വെളിപ്പാട് പുസ്തകം എഴുതുമ്പോഴും ജനത്തോട് പറയുന്നത്, യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഇത് തന്നെ ആയിരിക്കണം ഇന്നത്തെ കാലഘട്ടത്തിലെ ശുശ്രൂഷ. നമ്മുടെ മുമ്പിൽ കടന്നു വന്നിരിക്കുന്ന ജനം, ഹല്ലേലൂയ, ദൈവസഭയ്ക്കകത്ത് കടന്നു വരുന്ന ജനം പലവിധമായ കഷ്ടതകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരിന്റെ നടുവിൽ വേദനയിൽ മനസ്സ് തകർന്ന് ഹൃദയം തകർന്നു വരുന്നവരാണ്. ഹല്ലേലൂയ. അങ്ങനെ തകർന്നു വരുന്ന ജനത്തെ നമ്മൾ അവരെ ശപിക്കാതെ, അവരെ ഉപദ്രവിക്കാതെ, അവരെ നിന്ദിക്കാതെ, പരിഹസിക്കാതെ, അവർക്ക് നൊമ്പരം ഉണ്ടാക്കി കൊടുക്കാതെ അവരെ അനുഗ്രഹിച്ച് ആശീർവദിച്ചയക്കുന്നതായിരിക്കണം നമ്മുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ യോഹന്നാനിൽ കാണുന്ന ശുശ്രൂഷയും അത് തന്നെയാണ് പൗലോസിൽ കണ്ടതും പത്രോസിൽ കാണുന്ന എല്ലാ ശുശ്രൂഷ ജനത്തെ അനുഗ്രഹിച്ച് അയക്കുക, അല്ലാതെ അവരെ ശപിച്ച് അയക്കുക എന്ന് പറയുന്നത് അത് ദുർഭൂതമാണ്, ദുരാത്മാവാണ്, അശുദ്ധിയുടെ ആത്മാവാണ്, അത് വമ്പ് പറയുന്ന ആത്മാവാണ്, ദൈവ്യാഗ്രഹത്തിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. അവിടെ എന്റെ കേൾക്കുന്ന പ്രശ്നം, നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിച്ച് അയക്കണം, മറ്റുള്ളവരെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് നമ്മൾ അയക്കണം. ഹല്ലേലൂയ. നമുക്കറിയാം, സ്തോത്രം, പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ മോശ ഇസ്രായേലത്തെ ഹല്ലേലൂയ അനുഗ്രഹിച്ച് അയക്കുന്നത് സംഖ്യാപുസ്തകം 6-ാം അധ്യായം ഹല്ലേലൂയ 24 തൊട്ട് 27 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ഹല്ലേലൂയ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. അങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എന്റെ നാമം വെക്കണം, ഞാൻ അവരെ അനുഗ്രഹിക്കും എന്ന് യഹോവയായ ദൈവം മോശയ്ക്ക് നൽകിയ ഉപദേശം. മോശ ദൈവാത്മാവിൽ നിറയപ്പെട്ട് ഇസ്രായേലത്തെ അനുഗ്രഹിക്കുന്ന വചനമാണ് നമ്മൾ കണ്ടത്. ഹല്ലേലൂയ. അപ്പം എന്താണ്, യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഹല്ലേലൂയ. അപ്പൊ യോഹന്നാൻ ഇവിടെ പറയുന്നത്, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമ്മളും പറയേണ്ടത് അത് തന്നെയായിരിക്കണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, നാം കടന്നു വരുന്ന ജനത്തെ ഒരിക്കലും ശപിക്കരുത്, അവരെ നമ്മൾ ചൂഷണം ചെയ്യരുത്, അവരെ വേദനിപ്പിക്കരുത്, അവരെ സങ്കടപ്പെടുത്തരുത്. അവരുടെ മുറിവുകളെ ഉണക്കുന്നവരായിരിക്കണം, മുറിവ് കിട്ടുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അതാണ് ദൈവം നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ.
ദൈവസഭയുടെ ഉന്നതമായ സ്ഥാനത്ത് ദൈവം തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ച് നിർത്തിയിരിക്കുന്ന അഭിഷക്തന്മാരുടെ ഉള്ളിൽ ദൈവ്യാഗ്രഹ ശക്തി കടന്നു വന്ന് നമ്മളവരെ ഒരിക്കലും ശപിക്കരുത്. അല്ലേരിയ. അപ്പം ജനത്തെ ശപിക്കുവാനുള്ള യാതൊരു വ്യവസ്ഥയും ദൈവജനത്തിനില്ല. അല്ലേരിയ. ദൈവജനത്തിനില്ല. ദൈവവചനത്തിനകത്ത് അങ്ങനെ ഒരു കാര്യം പറയുന്നുമില്ല. അപ്പം കർത്താവായ യേശുക്രിസ്തു തന്നെ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞ തന്റെ ഗിരിപ്രഭാഷണം നമ്മൾ വായിക്കണം. യേശുവിന്റെ ഗിരിപ്രഭാഷണമാണല്ലോ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായം എന്ന് പറയുന്നത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തെ സകല ജനങ്ങളുടെ ഹൃദയങ്ങളിൽ വളരെ ആകർഷിച്ചിട്ടുണ്ട്, ഇന്നും ആകർഷിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധി യേശുക്രിസ്തു എഴുതിയ ഗിരിപ്രഭാഷണം മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായം വളരെ അദ്ദേഹത്തെ സ്വാധീനിച്ച് അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി. രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നേടുവാൻ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ നേടിയെടുക്കുവാൻ രക്തച്ചൊരിച്ചിലില്ലാതെ ഹിംസയിലൂടെ നമ്മുടെ രാജ്യത്തെ നേടിയെടുക്കുവാൻ കഴിയുന്ന മഹാത്മാഗാന്ധിക്ക് വരെ മനസ്സിലായി. കാരണം അദ്ദേഹത്തിന്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചപ്പോൾ യേശുക്രിസ്തു ഭൂമിയിൽ ചെയ്ത ശുശ്രൂഷകൾ, യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്ന ദൈവ സാന്നിധ്യം മഹാത്മജി പോലും മനസ്സിലാക്കി നിങ്ങൾ തിരിച്ചറിയണം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, ദൈവം വിളിച്ച് വേർതിരിച്ച് ദൈവം തന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കി പരിശുദ്ധാത്മാവിനെ തന്ന അഭിഷേകം നിങ്ങളെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുമ്പോൾ നിങ്ങൾ അന്യഭാഷ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവരെ അനുഗ്രഹിച്ച് ആശീർവദിച്ചയക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കഴിയില്ലെന്നേ. കാരണം നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കാത്തതോളം കാലം നമുക്ക് നമ്മുടെ മുൻപിൽ കടന്നു വരുന്ന ജനത്തെ അനുഗ്രഹിച്ച് ആശീർവദിച്ചയക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മുൻപിൽ കടന്നു വരുന്ന ജനത്തെ അനുഗ്രഹിച്ച് ആശീർവദിച്ചയക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു തന്റെ ഗിരിപ്രഭാഷണത്തിൽ പറയുന്ന ചില ഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 43, 44, 45 വാക്യങ്ങൾ വായിക്കും കാണുന്നുണ്ട്. കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അല്ലച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ. നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കണം. ഹല്ലേലൂയ. രണ്ടാമത് പറയുന്നത്, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഒരു സഭയ്ക്കകത്ത് കടന്നു വരുന്നത് പലവിധമായ ജനമാണ്. ബഹുവിധം എന്ന് പലവിധം എന്നൊക്കെ പറഞ്ഞ പോലെ വിവിധ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട വിവിധ സ്വഭാവമുള്ളവർ, രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും, മാനസാന്തരപ്പെടാത്തവരും, സ്നാനപ്പെടാത്തവരും, അഭിഷേകം പ്രാപിച്ചവരും അഭിഷേകം ഇല്ലാത്തവരും, പിറുപിറുപ്പുകാരും ഒക്കെ സഭയ്ക്കകത്തുണ്ട്. എല്ലാവരും ഉണ്ടെന്നേ. അങ്ങനെ എല്ലാവരും കൂടെ കൂടി വരുന്ന സഭയ്ക്കകത്ത് ഒരുപക്ഷെ സഭയ്ക്ക് ദശാംശം കൊടുക്കുന്നതിൽ പിറുപിറുക്കുന്നവർ കാണും, സഭയ്ക്ക് ദശാംശം കൊടുക്കരുതെന്ന് പറയുന്നവർ കാണും. അങ്ങനെ നമുക്കെതിരെ ശത്രുക്കൾ സഭയ്ക്കകത്ത് തന്നെ എഴുന്നേൽക്കുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ അവരെ ഒരിക്കലും ശപിക്കരുത്, അവരെ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. യേശു പറയുന്നതാ. അപ്പൊ യേശു പറയുന്ന അവരെ അനുഗ്രഹിക്കണം. അല്ല, നിങ്ങൾ ശപിക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ ആത്മാവല്ല നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നത്. സഭയ്ക്കകത്ത് ദശാംശം തന്നില്ല എന്ന് പറഞ്ഞ്, സഭയ്ക്ക് സ്തോത്രകാഴ്ച തന്നില്ല എന്ന് പറഞ്ഞ് നിന്റെ നന്മ മുഴുവൻ അടക്കി വന്നിട്ട് നന്മ മുഴുവൻ കണ്ടുകെട്ടു വന്നിട്ട് നന്മയെ മുഴുവൻ ബ്ലോക്ക് ചെയ്യുന്നിട്ട് നന്മയെ മുഴുവൻ ബ്രേക്ക് ചെയ്യും. നിന്നെ ശപിക്കുവാനുള്ള അധികാരം ഒരു ദൈവദാസനില്ലെന്ന്. ഹല്ലേലൂയ. അത് പിന്നെ എവിടുന്ന് വന്നതാണ്? അത് വന്നത് സാത്താനിൽ നിന്ന് വന്നതാണ്. പണാർത്ഥി ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ, പണത്തിന്റെ ആഗ്രഹം, ദൈവ്യാഗ്രഹം വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? തങ്ങളുടെ മുമ്പിലിരിക്കുന്ന മാനസികമായി തകർന്നിരിക്കുന്ന ജനത്തിന്റെ കണ്ണുനീര് കാണാൻ കഴിയാതെ പണത്തിൽ ചിന്ത വെച്ചു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പരിസ്ഥിതിക്ക് ഞാൻ പറയട്ടെ, ഞങ്ങളുടെ സഭയെന്നൊക്കെ പറഞ്ഞു, എന്റെ സഭയെന്നൊക്കെ പറഞ്ഞു, ഒരാഴ്ചയില് സ്തോത്രകാഴ്ച എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, ഒരു 150 രൂപ, 200 രൂപ, 220 രൂപയൊക്കെയാണ് ഞങ്ങളുടെ സ്തോത്രകാഴ്ച എന്നൊക്കെ പറയുന്നത്. ഈ 150, 200, 220 സ്തോത്രകാഴ്ച കിട്ടിയാൽ ഒരു ദൈവദാസൻ കുടുംബമായിട്ട് മുന്നോട്ട് പോകാൻ വളരെ ഭാരമാണ്, വലിയ ബുദ്ധിമുട്ട്. അതുകൊണ്ട് തികയില്ല, നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടം. പക്ഷേ എന്റെ സഭയ്ക്ക് 150, 200 അല്ലെങ്കിൽ 220 ഒക്കെ ആ സ്തോത്രകാഴ്ച ഞങ്ങളതിൽ വളരെ സംതൃപ്തരാണ്. കാരണം ഞങ്ങളുടെ ജനത്തിന്റെ കഷ്ടതകളും കഷ്ടപ്പാടുകളും ഒക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞങ്ങളവരെ പിഴിഞ്ഞെടുക്കാതെ, അവരെ ഞെക്കിപ്പിഴിയാതെ, അല്ലെങ്കിൽ അവരിൽ നിന്ന് വലിച്ചൂറ്റിയെടുക്കാതെ, അവരുടെ കെട്ടുതാലി വരെ പറിക്കുവാനുള്ള മെസ്സേജ് കൊടുത്ത് ഞങ്ങളവരെ ചൂഷണം ചെയ്യാറില്ല. ചൂഷണം ചെയ്യാതെ അവർ തരുന്നത് ഞങ്ങൾ വാങ്ങിയെടുക്കും. വിധവ 2 കാശ് ഇട്ടതുപോലെ നമുക്ക് സഭയ്ക്കകത്ത് തരുന്നതിനകത്ത് നമ്മൾ തൃപ്തിപ്പെടണം. എല്ലാവർക്കും ഒരുപോലെ തരാൻ കഴിയത്തില്ല. ചിലർക്ക് നന്നായിട്ട് തരാൻ കഴിയും, ചിലർക്ക് ഒട്ടും തരാൻ കാണത്തില്ല. അവർ ഒരു ദിവസം പണിയെടുക്കുന്ന വേദന നമുക്കറിയാം. പാടത്തും പറമ്പിലും പണിയെടുത്ത് കല്ലിലൂടും മണ്ണിലൂടും തരിയോടും മല്ല് പിടിച്ച് വിയർത്ത് കഠിനാധ്വാനം ചെയ്ത് കൊണ്ടുവരുന്നതാണ്. കഠിനാധ്വാനം ചെയ്ത് കൊണ്ടുവരുന്ന വിയർപ്പിന്റെ വരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം.
അല്ലെങ്കിൽ മാത്രമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ആമി ഒരു തുണിക്കടയിൽ അല്ലെ മറ്റൊരു കടയിലൊക്കെ പോയി ജോലിക്ക് നിന്നാൽ നേരം വെളുത്ത് പോയി വൈകുന്നേരം വരെ രാത്രി 8 മണി വരെ ചില 9 മണി വരെ ഒന്ന് നിൽക്കാൻ പോലും സമയമില്ലാതെ, വെള്ളം കുടിക്കാൻ സമയമില്ലാതെ, അവിടെ കൃത്യപ്രവർത്തനം പോലും സമയമില്ലാതെ, ആമി ഭക്ഷണം പോലും നന്നായിട്ട് കഴിക്കാൻ സമയമില്ലാതെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ചില ദൈവമക്കളും അല്ലാത്തവരുണ്ടല്ലോ. അവർക്ക് ഒരുപക്ഷെ കിട്ടുന്നത് ഒരു മാസം 15,000 അല്ലെങ്കിൽ 20,000, ചിലപ്പോൾ 10,000 വരെ ഉള്ളവരുണ്ട്. ആ പൈസ അവർക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ കുടുംബം പോറ്റണം, മക്കളെ പോറ്റണം, അവരെ പഠിപ്പിക്കണം, കുടുംബത്തെ ചെലവെടുക്കണം, മാതാപിതാക്കളെ നോക്കണം. അങ്ങനെ കുടുംബത്തിനകത്ത് ഭാരിച്ച ഉത്തരവാദിത്തം. ഈ കൂട്ടത്തിൽ ലോണുകൾ കാണും, കടങ്ങൾ കാണും. അതെല്ലാം അടച്ചിട്ട് അവർ ദൈവസഭയ്ക്കകത്ത് വണ്ടിക്കൂലി മുടക്കി ദൂരെ യാത്ര ചെയ്ത് വരുന്നവരുണ്ട്, അടുത്തുനിന്ന് വരുന്നവരുണ്ട്, വണ്ടി വിളിച്ചു വരുന്നവരുണ്ട്, വണ്ടി ഓടിച്ചു വരുന്നവരുണ്ട്. ഇതിനെല്ലാം ചെലവ് മുടക്കിയിട്ട് നമ്മുടെ സഭയ്ക്കകത്ത് അവർ കൊണ്ടുത്തരുന്ന അവരുടെ വിയർപ്പിന്റെ വിലയുണ്ടല്ലോ, അധ്വാനം, അതെത്ര കിട്ടിയാലും സന്തോഷത്തോടെ സ്വീകരിക്കണം. അത് പിറുവിറുക്കാൻ പാടില്ല, കണക്ക് പറയാൻ പാടില്ല. അല്ല, നിന്റെ നന്മ മുഴുവൻ നീ എനിക്ക് തന്നില്ലെങ്കിൽ, നിന്റെ സ്തോത്രകാഴ്ച മുഴുവൻ, നിന്റെ ദശാംശം മുഴുവൻ എനിക്ക് തന്നില്ലെങ്കിൽ, അതിനെതിരെ പറയുന്നവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊരു ശപിക്കുക, അവന്റെ പോസ്പിരിറ്റിയെ ഞാൻ ശപിക്കുന്നു, അതിനെ കണ്ടുകെട്ടുന്നതിനെ ബ്രേക്ക് ചെയ്യുന്നു, ഞാൻ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുന്നു ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നമുക്കറിയുടെ കേട്ടോണ്ടിരിക്കുക, അത് പറയുന്നത് ദുരാത്മാവാ. അല്ലേ? കാരണം ദൈവത്തിന്റെ ആത്മാവ് ദുരാത്മാവല്ലോ. ദൈവത്തിന്റെ ആത്മാവ് നീതിയുടെ ആത്മാവാ, പരിശുദ്ധാത്മാവ് ആമേ വിശുദ്ധിയുടെ ആത്മാവാ. അല്ലേ? അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ശുശ്രൂഷകൾ ചെയ്ത് വിശ്വാസികളെ വേദനിപ്പിക്കരുത്. വിശ്വാസികൾ പലവിധമായ കഷ്ടതയിലൂടെ, കഷ്ടപ്പാടിലും ദുഃഖത്തിലൂടെ കടന്നു വരുന്നവരാ. അവരുടെ മുറിവുകളെ കെട്ടുന്നതായിരിക്കണം നമ്മുടെ ശുശ്രൂഷ. അല്ലെങ്കിൽ അവരെ വേദനയിൽ നിന്ന്, അവരുടെ സങ്കടത്തിന് അവരെ പറഞ്ഞയക്കുന്നത് യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അവരെ ആശീർവദിച്ച് അയക്കുന്നതായിരിക്കണം ശുശ്രൂഷ എന്ന് പറയുന്നത്. അല്ലേ? ഇവിടെ കർത്താവായ യേശുക്രിസ്തു പോലും പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്നാണ് യേശു പറയുന്നത്. അല്ലേ? അപ്പം യോഹന്നാന്റെ സുവിശേഷം 14-1 വായിക്കുമ്പോൾ അവിടെ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിൽ വിശ്വസിപ്പിൻ. തന്റെ കൂടെ നിൽക്കുന്ന ശിഷ്യന്മാരടക്കം അനവധി പുരുഷാരം യേശുവിനോട് കൂടെയുണ്ട്. അവരും പലവിധമായ കഷ്ടങ്ങൾക്കും ദുഃഖങ്ങൾക്കും സങ്കടങ്ങൾക്കും കാരണക്കാരാണ്. അല്ലേ? അങ്ങനെ ദുഃഖത്തിലും മുറിവേറ്റും മനം കലങ്ങി വിരിക്കുന്ന ജനത്തെ കണ്ടിട്ട് യേശു പറയും, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ശരി, അതേപോലെ അപ്പൊ നമ്മുടെ എനിക്ക് വരുന്നവരൊക്കെ പലവിധമായ വേദനയില്ല, അവരോട് നമ്മൾ പറയേണ്ടത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്നിട്ട് യേശു ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞവരെ അവരെ സമാധാനത്തോടെ പറഞ്ഞയക്കണം. അല്ലേരിയ സഭയ്ക്കകത്ത് പലവിധമായ വേദന കടന്നു വരുന്ന ആഴ്ചയിൽ 6 ദിവസം പണിയെടുത്ത് കഠിനാധ്വാനം ചെയ്ത് വിയർത്ത് കഷ്ടപ്പെട്ടും വിധമായ പ്രതിസന്ധിയുടെ കടന്നു മുറിവേറ്റ മനസ്സുമായി കടന്നു വരുന്നവർക്ക് അന്നത്തെ ശുശ്രൂഷ അനുഗ്രഹമായിരിക്കണം. നമ്മൾ പറയുന്ന സുവിശേഷം, നമ്മൾ പറയുന്ന ശുശ്രൂഷ അവരെ അനുഗ്രഹിച്ച് ആശീർവദിച്ചയക്കണം. അവർക്ക് അങ്കിലെ സമാധാനം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ പൈസയുടെ കണക്ക് പറഞ്ഞ്, ദിവ്യാഗ്രഹം പറഞ്ഞ്, സ്തോത്രകാഴ്ചയുടെ കണക്ക് പറഞ്ഞ് നിങ്ങളെ വേദനിപ്പിക്കരുത്. ഒരാളുടെ വരുമാനം എന്തെന്ന് മനസ്സിലാക്കണം. നമുക്കറിയാം, എന്തൊക്കെ 1000 രൂപയ്ക്ക് പണിയെടുത്താൽ 1000 രൂപയ്ക്ക് പണിയെടുത്താൽ നിത്യോപയോഗ സാധനങ്ങൾ കടയിൽ വാങ്ങി ആ മനുഷ്യന്റെ ചെലവൊക്കെ കഴിഞ്ഞ വീട്ടിലേക്ക് പോലും കൊണ്ടുവരാൻ തികയുന്നില്ല. വാങ്ങുക നീ 1000 രൂപ പണിക്കാരൻ്റെ, പക്ഷെ അവന്റെ അധ്വാനത്തിന്റെ നല്ലൊരു ഭാഗം ഇവിടുത്തെ ഭരണ സംവിധാനം തന്നെ പിടിച്ചു വാങ്ങുക. ആ ടാക്സ്, ഈ ടാക്സ്, ഈ ST അങ്ങനൊക്കെ എന്തെല്ലാം പറഞ്ഞ വാങ്ങുന്നത്. അല്ലെങ്കിൽ എന്ന് കേൾക്കുന്ന എന്നെ കേൾക്കുന്ന പ്രശ്നം നമ്മുടെ മുമ്പിൽ വരുന്നവരെ നമ്മൾ നന്നായിട്ട് തിരിച്ചറിയാൻ കഴിയണം. ആരും ശപിക്കാതെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. വലിയ അതാണ് യേശു നമുക്ക് പഠിപ്പിച്ചു തന്ന മാതൃക എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ റോമാലേഖനമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, റോമാലേഖനം എന്ന് പറയുന്ന റോമാലേഖനം 1-ാം അധ്യായം തൊട്ട് 16-ാം അധ്യായം വരെ നമ്മൾ വായിക്കുമ്പോൾ വളരെ ശ്രേഷ്ഠകരമായ രീതിയിൽ വളരെ മനസ്സിനെ ആകർഷിക്കുന്ന, കുളിർമയേകുന്ന, നമുക്ക് സ്വാധീനിപ്പിക്കുന്ന നീതിയുടെ വചനങ്ങൾ, ശുദ്ധീകരണത്തിന്റെ വചനങ്ങൾ, ആത്മാവിന്റെ സ്വഭാവങ്ങൾ, ജഡത്തിന്റെ സ്വഭാവങ്ങൾ ഒക്കെ, ജീവിതം എങ്ങനെയാണ്, വിശുദ്ധി എന്താണ്, ആരാധന എന്താണൊക്കെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ് റോമലേഖനം. അതിൽ പ്രധാനമായൊരു അധ്യായമാണ് റോമലേഖനം 12 എന്ന് പറയുന്നത്. അപ്പൊ റോമലേഖനം 12-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ സ്തോത്രം, അല്ലെങ്കിൽ സ്തോത്രം, അതിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ. ഇവിടെ പറയാം, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ. എന്നിട്ട് പറയുകയാണ്, അല്ലെങ്കിൽ സ്തോത്രം, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ. അല്ലെങ്കിൽ സ്തോത്രം, ശപിക്കാതെ അനുഗ്രഹിക്കണം.
അപ്പൊ അവരെ ശപിക്കാതെ അനുഗ്രഹിക്കണം. അപ്പം ദശാംശം തന്നില്ല, സ്വോത്രകാഴ്ച തന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അവരെ ശപിക്കാൻ പാടില്ല. ഒരുപക്ഷെ ദശാംശം തരാത്തൊരു കാണും, കൊടുക്കാത്തൊരു കാണും, കൊണ്ടുവന്നിട്ട് തിരിച്ചു കൊണ്ടുവന്നൊരു കാണും, സ്വോത്രകാഴ്ച പാത്രം മുമ്പിൽ വാങ്ങിയിട്ട് പാസ് ചെയ്ത് വിടുന്നവർ കാണും. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ടെന്നേ സഭയ്ക്കകത്ത്. അവരെ നിങ്ങൾ ശപിക്കരുത്. ഞാൻ പറയട്ടെ, സഭയ്ക്കകത്ത് ചിലപ്പം വരുന്ന നോട്ട് 20-ന്റെ നോട്ട് 10-ന്റെ നോട്ടുകൾ കീറിയ നോട്ടായിരിക്കും, കടക്കാർ പോലും എടുക്കത്തില്ല. അപ്പൊ നമുക്കറിയാം ആരാ കൊണ്ടുവരുന്ന, ആരെ കിട്ടുന്നൊക്കെ നമുക്കറിയാം. നമ്മുടെ സഭയ്ക്കകത്തല്ലേ ഇത് കിട്ടുന്നത്. അങ്ങനെ മോശമായ നോട്ടുകൾ, ഉപയോഗശൂന്യമായ നോട്ടുകൾ പോലും നമ്മുടെ സ്വോത്രകാഴ്ച സഞ്ചിക്കകത്ത് വന്നാൽ അത് നമ്മൾ അവസാനം എണ്ണി തിട്ടപ്പെടുത്തുമ്പോൾ ഈ നോട്ട് ഇട്ടവൻ ആരാണ്, ഈ നോട്ട് കീറിയിട്ടവൻ ആരാണ്, അവനെ നമ്മൾ ശപിക്കാൻ പാടില്ല. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അല്ലേ? അങ്ങനെ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരോട് ഇടപെട്ട് പിന്നത്തേതിൽ അവർ നല്ല നോട്ടിടാൻ തുടങ്ങും. നമ്മളവരെ ശപിച്ചു വിട്ടാലോ? അല്ലേരിയ. അങ്ങനെ ചെയ്യുന്നവർ കൊണ്ട് കേട്ടോ. അല്ലേരിയ. അതുകൊണ്ടാണ് റോമാലേഖനം എഴുതുമ്പോൾ പൗലോസ് പറഞ്ഞത്, സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സിലോർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന റോമാലേഖനം 12, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപരായി തീർന്ന നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നത് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവെന്നൊക്കെ അല്ലേരിയ വചനം പറയുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും ഈ ലോകത്തിന് അനുരൂപരായി തീരരുത്. നമ്മൾ സഭയിൽ സാമ്പത്തികം പ്രസംഗിച്ച്, പണം പ്രസംഗിച്ച് വിശ്വാസികളെ വേദനിപ്പിക്കരുത്. അല്ലേലിയ. അപ്പം വിധവ 2 കാശ് ഇട്ടതുപോലെ അവർക്കുള്ളത് കൊണ്ട് സഭയ്ക്ക് തരുന്നതേ, അവർക്കുള്ളത് കൊണ്ടുവന്ന് സഭയ്ക്ക് തരും. അതിനകത്ത് തൃപ്തിയുള്ളവരായിരിക്കണം. എന്നെ കേൾക്കുന്ന അനേക ദൈവദാസിദാസന്മാരുടെ അനുഭവത്തിൽ ദൈവദാസന്മാർ തങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ മാർഗമില്ലാതെ, അവർക്ക് വണ്ടിക്കൂലി കൊടുത്ത് പറഞ്ഞു വിടാനില്ലാതെ, ഫീസ് അടയ്ക്കാൻ കാശില്ലാതെ, സ്തോത്രം, നല്ലൊരു വീടില്ലാതെ, നല്ലൊരു ഉടുപ്പില്ലാതെ, നല്ല ചെരുപ്പില്ലാതെ, നല്ലൊരു കുടയില്ലാതെ, നല്ല ഭക്ഷണം മക്കൾക്ക് വാങ്ങി കൊടുക്കാൻ കഴിയാതെ, മക്കൾക്ക് വേണ്ടുന്ന വസ്ത്രം വാങ്ങി കൊടുക്കാൻ കഷ്ടപ്പെടുന്ന അനവധി ദൈവദാസന്മാരുണ്ട്. കുന്നും മലയും കയറിയിറങ്ങി കാടും വീടും ചവിട്ടി, അല്ലെങ്കിൽ കാടും വീടും ചവിട്ടി വെയിലും മഴയും കൊണ്ട്, അല്ലെങ്കിൽ വിശപ്പും ദാഹവും ഒക്കെ അനുഭവം ക്ഷീണിച്ച് കർത്താവിന്റെ വയൽപ്രദേശം അധ്വാനിക്കുന്ന അനവധി ദൈവദാസന്മാരുടെ ഭവനങ്ങൾ തോറും കടന്നുപോയി ട്രാക്ട് കൊടുത്ത് പട്ടണത്തിലെ തിരുക്കോടിൽ നിന്ന് സുവിശേഷം വിളിച്ചു പറഞ്ഞ് അനവധി ആളുകളുടെ ചീത്തയും പരിഹാസവും കേൾക്കുന്ന ദൈവദാസന്മാരുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്. അവർക്ക് കിട്ടുന്നത് 100, 200, 250 രൂപയായിരിക്കും. പക്ഷെ അവരതിൽ വളരെ തൃപ്തിയുള്ളവരാണ്. കാരണം എന്നിട്ട് ചില്ലുവേടയിൽ ഇരുന്ന് കല്ലെറിയുന്നവരുണ്ട്. കോടാനുകോടി രൂപ സ്വോത്രകാഴ്ച ദശാംശമൊക്കെ വാങ്ങി തിന്ന് പുളച്ച് മതിച്ച് ഇരിക്കുന്ന മാശാരി പശുക്കളെ പോലെ ഇരിക്കുന്ന അനവധി ആഭിഷക്തന്മാർ ദിവ്യാംഗികളായി മാറിയിട്ട് ദൈവസഭയ്ക്കകത്ത് വരുന്ന വിശ്വാസികളെ ശപിച്ച് അയക്കുന്നു. അവരെ നിങ്ങൾ തിരിച്ചറിയണം. ഒരു ദൈവദാസനും ഒരു ദൈവമക്കളെ ശപിക്കാനുള്ള അധികാരം വേദപുസ്തകം വന്നിട്ടില്ല. ഗലാത്യ ലേഖനം 3:13 വായിക്കുന്നത് കാണുന്നുണ്ട്. മരത്തിന്മേൽ തൂങ്ങുന്നവർ ശപിക്കപ്പെടുന്ന കർത്താവ് നമ്മുടെ ശാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി മരത്തിന്മേൽ തൂങ്ങി നമ്മുടെ ശാപത്തെ യേശു ഏറ്റെടുത്തുകൊണ്ട് ശാപം നമ്മുടെ ജീവിതത്തിൽ ഫലിക്കത്തില്ല. ഒരു ദൈവദാസൻ നിന്നെ ശപിച്ചാൽ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഒരു ദൈവദാസൻ നിന്നെ ശപിച്ചാൽ ആ ശാപം നിന്റെ മേൽ വരത്തില്ല കേട്ടോ. ആ ശാപം നിന്നെ ശപിക്കുന്നവന്റെ ഭവനത്തിലേക്ക്, അവന്റെ തലമുറയിലേക്ക് മടങ്ങിച്ചേരും. കാരണം ദൈവം നിന്നെ തെരഞ്ഞെടുത്തതാ. എന്നെ കേൾക്കുന്ന വിശ്വാസത്തോടെ പറയട്ടെ, ദൈവം നിന്നെ തെരഞ്ഞെടുത്തതാണ്. ദൈവം നിന്നെ വേർതിരിച്ചതാണ്. യേശുവിന്റെ രക്തം കൊണ്ട് നിന്നെ കഴിയതാണ്, ശുദ്ധീകരിച്ചതാണ്, നിന്റെ പാപത്തിന്റെ മലിനത നീക്കിയതാണ്. നീ ദൈവത്തിന്റെ മകനാണ്, മകളാണ്. നിന്നെ ചേർത്ത് പിടിക്കുന്ന യേശുവാണ്. അതുകൊണ്ട് നിന്റെ മേൽ ശാപത്തിന് സ്ഥാനമില്ല. ശാപം നിന്റെ മേൽ വരത്തില്ല. ആരും ശപിച്ചാലും വരത്തില്ല. യേശു പറയുന്നത്, ഇതാ തനിച്ചു പാർക്കും ജനമെന്ന് മോശ ഇസ്രായേൽ ജനത്തെ നോക്കി നമുക്ക് കാണാൻ പറയുന്നത്. മോശ ബിലെയാം പറയുന്നുണ്ട്, ഇതാ തനിച്ചു പാർക്കും ജനം. അല്ലേലിയ. ജാതികളോടുകൂടെ എണ്ണപ്പെടുന്നില്ല. അതെ, ഒരു കാലഘട്ടത്തിൽ ലോകപ്രകാരം ജീവിച്ച് ലോകപ്രകാരം നടന്ന, അല്ലേലിയ, അന്ന് നിനക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ല, ദൈവമാരെന്ന് അറിയില്ലായിരുന്നു. അന്ന് നിന്റെ മേലുണ്ടായ പാപത്തിൽ ശാപത്തിലും ദൈവം നീക്കിക്കളഞ്ഞ് യേശുക്രിസ്തുവിനെ രക്ഷിതാവും പിതാവായി സ്വീകരിച്ചുകൂടി. നിന്റെ ഉള്ള ശാപത്തിന്റെ കെട്ടുകളെ ദൈവം അഴിച്ചു. അല്ലേലിയ. അതുകൊണ്ട് ഇനി നിനക്ക് ശാപം വരത്തില്ല. അല്ലേരി. അതുപോലെ ദൈവമക്കൾ കൂടോത്രം ഭരിക്കത്തില്ല കേട്ടോ. ദൈവമക്കളെ കൂടോത്രം ചെയ്ത് ശുദ്രം ചെയ്ത് തകർക്കാൻ ശ്രമിച്ചാലും അത് സംഭവിക്കത്തില്ല. അതിന്റെ കാരണം വെച്ചാൽ സംഖ്യാപുസ്തകം 23:23 പറയുന്ന, ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണത്തെ ഇസ്രായേലിനോട് ഭരിക്കുകയില്ല. അപ്പൊ ആരെല്ലാം നിനക്കെതിരെ ആഭിചാരം ചെയ്താലും ലക്ഷണത്തെയെല്ലാം കൂടോത്രം ചെയ്ത് ശുദ്രം ചെയ്ത മന്ത്രം ചെയ്താലും നിനക്കത് ഏൽക്കത്തില്ല. കാരണം അബ്രഹാമിന്റെ പുത്രനായിരിക്കുന്ന ഇസ്ഹാക്കിന്റെ പുത്രനായ യാക്കോബിന്റെ പുത്രനായിരിക്കുന്ന യാക്കോബിന്റെ മക്കൾ, അല്ലെ ഇസ്രായേലിന്റെ മക്കളായി
ഇസ്രാജനം അല്ലെങ്കിൽ ഇസ്രാജനത്തിന് ആഭിചാരവും മന്ത്രവാദവും കൂടോ ശൂദ്രങ്ങളും ഭരിക്കുകയില്ല. ആമി നിന്നെ ശപിച്ചാലും അത് സംഭവിക്കത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക, നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ ശപിക്കാതെ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണമെന്നാണ് വേദപുസ്തകം പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറയുന്നത് ജനത്തെ അനുഗ്രഹിക്കുന്ന സുവിശേഷമാണ്. അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ പറയുന്നതും യേശു ക്രിസ്തു നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, ആരുടെയും പണത്തിന്റെ പിന്നാലെ പോകരുത്. പണപ്പിരിവിന്റെ വചനം മാത്രം എടുത്ത് പ്രസംഗിക്കരുത്. ചിലരൊക്കെ പണപ്പിരിവിന്റെ വചനം മാത്രമേ പ്രസംഗിക്കത്തുള്ളൂ. ചില ശുശ്രൂഷ 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ലലിയ സ്തോത്രം ഹല്ലേലൂയ എന്താ പറയുന്നത്, പണപ്പിരിവ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു കൃപയുണ്ട്. ആ കൃപ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ യഹോവ രക്ഷിക്കുന്നു എന്ന സങ്കീർത്തനം 34:18. അപ്പൊ ഹൃദയം നുറുങ്ങിയവരെ, മനസ്സ് തകർന്ന അനുഭവത്തി ആളുകൾ നിന്റെ സഭയിലേക്ക് വരുമ്പോൾ, നിന്റെ കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ, ഹല്ലേലൂയ, അവരുടെ മുറിവുകൾ കെട്ടി അവർക്ക് ആശ്വാസം പറഞ്ഞു കൊടുക്കുന്നതായിരിക്കണം. ഹല്ലേലൂയ. ദൈവവചന ശുശ്രൂഷ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. സഭയ്ക്കകത്ത് നന്നായിട്ട് പൈസ തരുന്നവരുണ്ട്, അല്ലെങ്കിൽ നന്നായിട്ട് സാമ്പത്തികമുള്ളവരൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. അവര് തരട്ടെ, അവരോട് നിങ്ങൾ കണക്ക് പറയണ്ട, അവര് നിനക്ക് തന്നോളും. അപ്പോൾ തന്നെ ഒന്നും ഇടാൻ പറ്റാത്തവരുണ്ട്, ഒന്നും ഒരു പൈസ പോലും സ്വതകാഴ്ച മുടക്കാൻ ഇല്ലാത്തവരുണ്ട്. അതിൽ ഒരു കുടുംബം 4-5 വരുന്നവർക്ക് അതുപോലെ ഇടാൻ കണ്ടെന്ന് വരത്തില്ല. പക്ഷെ നമ്മളത് അറിഞ്ഞ് അവരെ സ്നേഹിക്കണം. നമ്മൾ അതറിഞ്ഞ് അവരുടെ സാഹചര്യം അറിഞ്ഞ് അവരെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരെ ശപിക്കാതെ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവർക്ക് വീണ്ടും സാഹചര്യങ്ങളെ കൊടുക്കും, നന്മയെ കൊടുക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ സഭയൊക്കെ ചെറിയ സഭകളാണ്. ഈ ചെറിയ സഭയ്ക്കകത്ത് ഞങ്ങൾക്ക് കിട്ടുന്ന സ്വോത്രകാഴ്ചകൾ ഞങ്ങൾക്ക് വളരെ തൃപ്തിയാണ്. ഞങ്ങൾ ആരോടും കണക്ക് പറയത്തില്ല, ഞങ്ങൾ ആരോടും പിറുപിറുക്കത്തില്ല, ഞങ്ങൾക്ക് പരാതികളും പരിഭവങ്ങളും ഒന്നുമില്ല. അവർക്കുണ്ടായിരുന്നത് തന്നിട്ട് പോയി, ഞങ്ങളത് തൃപ്തിയുള്ളവരാണ്. അല്ലേ? എന്നാൽ ചില്ലുമേടയിലിരിക്കുന്ന അനവധി ദൈവത്തിന്റെ ദാസിദാസന്മാരുണ്ട്. അവർ ചില്ലുമേടയിരുന്ന സാധുക്കളായിരിക്കുന്ന വിശ്വാസികളെ കല്ലെറിയുമ്പോൾ ഓർത്തോണം, നീ ചെയ്യുന്ന ദുഷ്പ്രവർത്തിക്ക് ദൈവം നിന്നെ ന്യായം വിധിക്കുന്ന ദിവസമുണ്ട്. ഹല്ലേലൂയ. ദിവ്യാഗ്രഹം പ്രസംഗിച്ച് ദിവ്യാഗ്രഹത്തിനകത്ത് നീ വീണ് സ്വോത്രകാഴ്ച ദശാംശം കിട്ടിയില്ലെന്ന് പറഞ്ഞ് കടന്നു വരുന്ന ജനത്തിന്റെ പ്രോസ്പെരിറ്റി ശപിച്ച്, അവന്റെ തലമുറയെ ശപിച്ച്, അവന്റെ മക്കളുടെ ശപിച്ച് അവരെ സഭയിൽ നിന്ന് ദുഃഖത്തോടെ പറഞ്ഞ് നീ അയക്കുമ്പോൾ ഓർത്തോണം, എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരെ പറയട്ടെ, ആ ശാപം നിന്റെ മേൽ തന്നെ വരും. അല്ലെങ്കിൽ ആ ശാപം നിന്റെ മേൽ തന്നെ വരും. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5:10 എഴുതിയിരിക്കുന്നത്, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്ക പ്രതിഫലം പ്രാപിക്കേണ്ടതിന് നമ്മ ഓരോരുത്തരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. അത് ദൈവസഭയ്ക്കകത്ത് ദൈവം തന്നിരിക്കുന്ന ആട്ടിൻകൂട്ടത്തെ ദൈവം തന്നിരിക്കുന്ന ദൈവമക്കളെ പോറ്റി പുലർത്തുവാൻ വേണ്ടി ഇടയനെ ദൈവം വെച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ഇടയൻ മറ്റുള്ളവർക്ക് മാതൃകയുള്ളവരായിരിക്കണം. പൗലോസ് പറഞ്ഞു, ഞാൻ പോയ ശേഷം കൊടിയെ ചെന്നായ്ക്കണം, അല്ലെങ്കിൽ സഭയ്ക്കകത്ത് എഴുതേക്കുന്നു. എത്ര യാഥാർത്ഥ്യമാണ്. പൗലോസിന് ശേഷമായി സഭയ്ക്കകത്ത് ദുരുപദേശം പെരുകി, ദുരുപദേശകന്മാർ പെരുകി, ദിവ്യാഗ്രികൾ പെരുകി. എത്ര കൊടുത്താലും തികയില്ല. ഈ കോഴി ചെകയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. കോഴി ചെകയുമ്പോഴെല്ലാം തന്റെ കാൽച്ചൂട്ടി തന്നെ ചെകഞ്ഞു കൂട്ടുന്നത്. താൻ കോഴിയെല്ലാം പുറകോട്ട് ചെകയുന്നത് കാൽക്കൂട്ടി തന്നെ ചെകഞ്ഞു കൂട്ടുക. എന്താ പറയുക? എനിക്കും എൻ്റെ മക്കൾക്കും കോഴി വേറെ ആർക്കൊന്നും കൊടുക്കത്തില്ല. എനിക്ക് എൻ്റെ മക്കൾക്കെന്ന് പറഞ്ഞാൽ ചെകഞ്ഞു കൂട്ടുന്നത് പോലെ ചില ദൈവദാസിദാസന്മാർ കോഴി ചെകയുന്ന പോലെ ചെകഞ്ഞ് സ്വന്തം കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് 2-3 തലമുറ തിന്നാനുള്ളത് കൂട്ടിവെച്ച് സമ്പാദിച്ചിട്ടുള്ളവർ പറയട്ടെ, സാധുക്കളായിരിക്കുന്ന അനവധി ദൈവദാസന്മാർ നിന്റെ മുമ്പിലുണ്ടെന്ന് തിരിച്ചറിയണം. എന്നിട്ട് ഈ വലിയ മെഗാ ക്രൂസുകൾ നടത്തുന്നവരൊക്കെ പറയുന്നത്, നിങ്ങളിങ്ങ് പോരെ, സഭയിൽ നിൽക്കുന്ന വിശ്വാസികളെ പോലും വിളിച്ചവരുടെ സഭയിലേക്ക് കൊണ്ടുപോവുക. കാരണം കിട്ടിയിട്ടൊന്നും തികയുന്നില്ല. സാധുക്കളായിരിക്കുന്ന ദൈവദാസർ കഷ്ടപ്പെട്ട ആത്മാക്കളെങ്കിലും. എന്നിട്ട് ഇവന്മാര് ഈ ഓൺലൈനിൽ വന്നിട്ട് പ്രസംഗിച്ചിട്ട് പറയും, നിങ്ങളെല്ലാം എന്റെ സഭയിലേക്ക് പോരെ, നിങ്ങളുടെ എല്ലാം പണം ഇങ്ങ് കൊണ്ടുപോവാ, ഇവിടെ വന്നാലേ അനുഗ്രഹിക്കുള്ളൂ, ഞങ്ങൾ അനുഗ്രഹിച്ചാലേ അനുഗ്രഹമുള്ളൂ എന്നൊക്കെ പറയുന്നവരുണ്ട്. കോട്ടയത്ത് ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട്, പാസ്റ്ററെ പ്രാർത്ഥിക്കണം, സഭയിൽ ചെന്ന് കഴിഞ്ഞാൽ പല കവറാന്ന് പറഞ്ഞ്
സ്വോത്രകാഴ്ച സഞ്ചി വരും, സ്വോത്രകാഴ്ച ഇട്ട് കൊടുക്കണം. കൂടാതെ ആ പിരിവ്, ഈ പിരിവ്, അങ്ങനത്തെ പിരിവെന്ന് പറഞ്ഞ് ഒരുപാട് കവറുകൾ വരും. അങ്ങനെ ഈ കവറിനകത്തെല്ലാം പൈസ ഇട്ട് കൊടുക്കണം. ഈ കവറിനെല്ലാം പുറത്ത് പേര് എഴുതണം. ആ കവറിനകത്ത് പൈസ കണ്ടില്ലെങ്കിൽ പിന്നെ ഭയങ്കര പരാതിയാ, പരിവ. പിന്നെ ആഴ്ചയിൽ അതായിരിക്കും ശുശ്രൂഷ. അത് മടുത്ത് വാങ്ങാൻ അങ്ങോട്ട് എത്ര കൊണ്ടുപോയാലും ഇങ്ങോട്ട് തിരിച്ചുകൊണ്ടില്ല, ഒന്നുമില്ല. പേഴ്സ് കാര്യമായിട്ട് വണ്ടിക്കൂലി പോലും കടം പറഞ്ഞ് വരുന്ന അനുഭവം ഉണ്ടെന്ന് എന്നോട് കോട്ടയത്ത് സഹോദരി വിളിച്ചു പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ആ ചർച്ച ആ ഫസ്റ്റ് ഞാൻ ചർച്ചനെയും ഫസ്റ്റ് കുറിച്ച് ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയാം ആളാണ്. ആമീൻ. അല്ലെ, പണത്തെക്കുറിച്ച് മാത്രം പ്രസംഗിക്കുന്ന അനവധി ആളുകളുണ്ടെന്നേ. പണത്തെക്കുറിച്ച് എത്ര കിട്ടിയാലും തികയാത്തവരുണ്ട്, എത്ര കിട്ടിയാലും തികയാത്തവരുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസനാഥനെ, നിങ്ങൾ പാപത്തിൽ വീണു പോകരുത്. അതുകൊണ്ട് നിങ്ങളുടെ സഭയ്ക്കകത്ത് വരുന്നവർ എല്ലാവരും ഒരു സ്വഭാവക്കാരെല്ലാം നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് നിങ്ങളെ ഉപദ്രവിക്കുന്നതാണ്. ദശാംശം കൊടുക്കരുത് തരരുതെന്ന് പറഞ്ഞത്. അവരെ അനുഗ്രഹിച്ച് അവരെ ശപിക്കാൻ പാടില്ല. ശപിക്കാൻ നിനക്കുന്ന അധികാരം, ശപിക്കാൻ നീ ആരാ? ഹല്ലേലൂയ. യേശു നമുക്ക് വേണ്ടി ശാപമായി തീർന്നില്ലേ? യേശു നമുക്ക് ശാപമായി. എന്നെ കേൾക്കുന്ന വിശ്വാസികൾ പറയട്ടെ, നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചറിയണം. നമുക്കിവിടെ ഒരുപാട് മതങ്ങളുണ്ട്. ആ മതങ്ങളെ കുറിച്ചൊക്കെ പഠിച്ച മത നേതാക്കന്മാരെ കുറിച്ച് പഠിച്ച് നമ്മൾ പല മതത്തിൽ നിന്നാണല്ലോ പെന്തക്കോസ്ത് സഭയിലേക്ക് വന്നത്. വിശ്വാസമാർഗം സ്വീകരിച്ചു. അപ്പൊ നമുക്ക് നിങ്ങളൊക്കെ അറിയാം, അവരൊന്നും ആരെ ശപിച്ച് പ്രാർത്ഥിക്കാറില്ല. ആരെ ശപിച്ച്? അല്ലെ, ഞാനൊരു കത്തോലിക്ക സഭയിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നത്. ഞാൻ നിന്ന കത്തോലിക്ക സഭയ്ക്കകത്തെ അച്ഛന്മാര് അല്ലെ വിശ്വാസികളെ ശപിച്ച്, സ്വോത്രകാഴ്ച തന്നില്ല, ദശാംശം തന്നില്ല എന്ന് പറഞ്ഞ് ശപിച്ച് അനുഗ്രഹിച്ച് ആരെ അയക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ശപിച്ച് അനുഗ്രഹിക്കുന്നത് ഞാൻ ആരെയും കണ്ടിട്ടില്ല. അവർക്കൊക്കെ കിട്ടുന്നത് മതിയെന്ന് തൃപ്തിപ്പെടുന്നവരാ. അതുകൊണ്ട് ഇന്ന് പകരം ഞാൻ പറയട്ടെ, എത്ര കിട്ടിയാലും തികയാത്ത നിന്റെ സ്വഭാവത്തെ നീ മാറ്റിക്കളയണം. ജഡത്തിലെ ആത്മാവിലെ കൺവിഷത്തെ നീക്കി ദൈവത്തെ വിശുദ്ധിയെ തികച്ചുകൊണ്ട് നിന്റെ മുമ്പിൽ നിൽക്കുന്ന ആട്ടിൻകൂട്ടത്തിന്റെ ഹൃദയത്തിന്റെ വേദനയറിഞ്ഞ്, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ജനത്തിന്റെ വേദനയറിഞ്ഞ്, അവന്റെ ഇല്ലായ്മയറിഞ്ഞ്, അവന്റെ കഷ്ടതയറിഞ്ഞിട്ട്, അവന്റെ നൊമ്പരങ്ങൾ അറിഞ്ഞിട്ട് ഹല്ലേലൂയ നിങ്ങൾ അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കണം. രക്തജയം അറിയാം. നമുക്കറിയാം, ക്യാൻസർ അനവധിയായ രോഗം ബാധിച്ച് RCCയിലൊക്കെ ആയിരക്കണക്കിന് ജനങ്ങൾ കിടക്കുക. അവരുടെ സ്ഥലവും വീടും എല്ലാം വിറ്റ് വരശിക്കും വാങ്ങി ലോണെടുത്തും ഒക്കെ അവർ കടക്കണിയിലായിരിക്കുന്ന ജനത്തോട് പറയാ, ഞാൻ പറഞ്ഞ ക്യാൻസർ മാറും, ഞാൻ പറഞ്ഞ രോഗം മാറുമെന്നൊക്കെ പറഞ്ഞാൽ RCC ആവശ്യമില്ലല്ലോ. അവിടെ കിടക്കുന്നവരൊക്കെ സൗഖ്യമാക്കിയ പോരെ. എന്നിട്ട് അവർ കഷ്ടതയുടെ നിലയിൽ അവസാനം ഡോക്ടർമാർ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അവർ വിടുതലയുടെ സഭയ്ക്കകത്ത് വന്നു കഴിയുമ്പോൾ പിന്നെ നിങ്ങളാണ് എല്ലാം ചെയ്തെന്ന് അവകാശപ്പെടരുത്. ദൈവം കൊടുക്കുന്നത് ദൈവം സൗഖ്യമാക്കാതെ ആർക്കും സൗഖ്യമാക്കാൻ പറ്റത്തില്ല. രോഗശാന്തി എന്ന് പറയുന്നത് ദൈവം തരണം കേട്ടോ. അല്ലേ, ദൈവയാഗ്രികളെ ഒരിക്കലും ദൈവത്തിന് ഇഷ്ടമില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മൾ കാണാൻ കഴിയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ പൗലോസ് പോലും തന്റെ ലേഖനമൊക്കെ എഴുതി അവസാനിപ്പിക്കാൻ ആശീർവദിച്ചുകൊണ്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം അതിലെ 57-ാമത്തെ വാക്യമൊക്കെ വായിക്കും. പൗലോസ് പറയുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്ന്. അപ്പൊ ഇവിടൊക്കെ ആശ്വാസത്തിന്റെ വചനങ്ങളാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് നമുക്ക് ജയം നൽകുന്ന. നമ്മളെപ്പോഴും നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് ശുശ്രൂഷിക്കണം. ജീവിതം ഉണ്ടാകണം, സാക്ഷ്യം ഉണ്ടായിരിക്കണം. ഇന്നത്തെ ദൈവദാസന്മാരൊക്കെ വീട്ടിൽ ആഹാരം കഴിക്കത്തില്ല. ഹോട്ടലില്ല. കാരണം അവർ വീട്ടിൽ കഞ്ഞി വെച്ചാൽ, വീട്ടിൽ ചോറ് വെച്ച് വേണ്ട, വീട്ടിലെ ആഹാരം വേണ്ട, രുചിയുള്ള ആഹാരം വേണ്ട. അവരെല്ലാം ഇന്നത്തെ ഹോട്ടലുകൾ പെരുകി. ഹോട്ടലുകൾ പട്ടണത്തിൽ ടൗണുകളിൽ ചെന്നാൽ നമ്മളെ രുചിപ്പിക്കുന്ന, നാവിന് കൊതിയൂറുന്ന വിധത്തിലുള്ള വിവിധമായ ഭക്ഷണസാധനങ്ങൾ കടകളിൽ നമ്മുടെ കൺമുമ്പിൽ നിരത്തി റോഡിന്റെ സൈഡിൽ വെച്ച് ഉണ്ടാക്കി മനുഷ്യനെ രുചിപ്പിക്കുന്ന എല്ലാവരും അങ്ങോട്ടാണ് പോകുന്നത്. എല്ലാവരും അങ്ങോട്ട് പോയിന്നിട്ട് അത് കഴിക്കുക. അതിനൊക്കെ പൈസ വേണ്ടേ? ഈ ദൈവദാസന്മാർക്ക് തിന്ന് പുളയ്ക്കാൻ പൈസ വേണമല്ലോ. അതിനെന്ത് ചെയ്യും? ഹല്ലേലൂയ. ഈ വിശ്വാസികളെ ചൂഷണം ചെയ്യും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കൾ കഷ്ടപ്പെട്ടുകൊണ്ട് തരുന്ന പൈസയുടെ വില നമ്മൾ മനസ്സിലാക്കണം. അല്ലേ, അവർ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന പൈസ വില നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. 1 തീമോഥെയോസിന്റെ ലേഖനം നമ്മൾ 6-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ദിവ്യാഗ്രഹ സകലവിധ ദോഷത്തിന് മൂലമല്ലോ ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നു. അപ്പം ദിവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമാണ്. അപ്പൊ സഭയ്ക്കകത്ത് ദൈവമാക്കി വെച്ച അധ്യക്ഷന്മാർ, സഭയുടെ ഇടയന്മാർക്ക് ദിവ്യാഗ്രഹം പാടില്ല.
ദിവ്യാഗ്രഹം പാടില്ല. അത് ചിലർ കാംക്ഷിച്ചത് കൊണ്ടാണ് സഭയ്ക്കകത്ത് ശുശ്രൂഷ വെളിപ്പെടാതിരിക്കുന്നത്. സഭയ്ക്കകത്ത് പണത്തിന്റെ ശുശ്രൂഷ, പണക്കുഴിപ്പിന്റെ ശുശ്രൂഷ, പണം 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 മാത്രം എന്ന് പറയുന്നത് ദിവ്യാഗ്രഹം വന്നതുകൊണ്ടാണ്. ദിവ്യാഗ്രഹ സകലവിധ ദോഷത്തിനും മൂലമല്ല. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്നു പോയവർ, വിശ്വാസത്തിൽ നഷ്ടപ്പെട്ടവർ, വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയ, കൃപ നഷ്ടപ്പെട്ടവൻ, അഭിഷേകം നഷ്ടപ്പെട്ടവൻ, ശുശ്രൂഷ നഷ്ടപ്പെട്ടവൻ, ഹൃദയദൃഷ്ടി പ്രകാശിക്കാത്തവൻ, ഹല്ലേലൂയ, അവരൊക്കെ പണത്തെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കും. ഞാനൊക്കെ നിങ്ങളോട് കാര്യമുണ്ട്, ഞാനൊരിക്കലും പണത്തെക്കുറിച്ച് പ്രസംഗിക്കത്തില്ല. പണത്തെക്കുറിച്ച് നിങ്ങൾ എന്നെ അറിയാമെങ്കിൽ, എന്റെ സഭയിൽ അറിയാൻ വിശ്വാസത്തെ ആരും വിളിച്ചു ചോദിക്കുക, ഒരിക്കൽ പോലും ഇവിടെ ഞാൻ പണത്തെക്കുറിച്ച് പ്രസംഗിക്കത്തില്ല. എനിക്കറിയാം അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒരു ദിവസം കിട്ടുന്നതിന്റെ വേദനയൊക്കെ എനിക്ക് കൊണ്ടുതരുമെന്നുള്ളത് എനിക്കറിയാം. അത് എത്ര വന്നാലും എനിക്ക് തൃപ്തിയാണ്, ഞാൻ എന്റെ സന്തോഷവാനാണ്. അതാണ് എന്റെ ജീവിതം എന്നൊക്കെ പറയുന്നത്. എന്നെ പോലെ ജീവിക്കുന്ന അനവധി ആളുകൾ വേറെ കാണും. ഞങ്ങൾ ആരോടും പണം പറയത്തില്ല, പണം പിടിച്ചു വാങ്ങത്തില്ല. ഞങ്ങൾ ശുശ്രൂഷയ്ക്ക് ഇത്ര രൂപ വേണമെന്ന് പറയത്തില്ല. ഞങ്ങൾക്ക് കിട്ടുന്ന സന്തോഷമാണ്. അതാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും അവർ ഈ കർത്താവായ യേശുക്രിസ്തുവിനെ മാതൃകയാക്കണം. അല്ലേ? അപ്പൊ ഈ പണം ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ, പണാർത്തി വന്നു കഴിഞ്ഞപ്പോൾ പലരും ദൈവജനത്തെ പാപത്തിലേക്ക് പോലും വലിച്ചിഴച്ച സംഭവങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. നമുക്കറിയാം, അല്ലെങ്കിൽ സംഖ്യാപുസ്തകം 22, 23, 24, 25 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ബാലാക്കയെ കുറിച്ചും ബിലയാമിനെ കുറിച്ചും നമുക്കറിയാം. അല്ലേ? ബാലാക്കയുടെ പണത്തിനകത്ത് ആർത്തിക്കൊണ്ട ബിലയാമൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ശക്തനായ പ്രവാചകനാണ്. അപ്പൊ ദൈവജനത്തോട് കൂടി ഇസ്രായേൽ ജനത്തോട് കൂടി നിൽക്കേണ്ട പ്രവാചകനായി ബിലയാമിനെ ബാലാക്ക വശീകരിച്ചിട്ട് എന്ത് ചെയ്തു? നീ ഇസ്രായേൽ ജനത്തെ ശപിക്കണം. ബാലാക്കയ്ക്ക് ഇസ്രായേൽ ജനത്തിന്റെ വളർച്ച അങ്ങോട്ട് താല്പര്യമില്ല, അതുകൊണ്ട് ശപിക്കണം. ബാലാക്കയ്ക്ക് പണം കൊടുക്കാമെന്ന് പറഞ്ഞൊത്തു. ബാലാക്ക മനസ്സോടെ അതിന് സമ്മതിച്ചു. അങ്ങനെ ബാലാക്കയുടെ പണത്തിൽ മോഹിച്ച ബിലയാം ഇസ്രായേൽ ജനത്തെ ശപിക്കാനായിട്ട് തുടങ്ങുന്ന ചില ഭാഗങ്ങൾ സംഖ്യാപുസ്തകം 24 അധ്യായം വായിക്കും കാണുന്നുണ്ട്. ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നത് യഹോവയ്ക്ക് പ്രസാദമെന്ന് ബിലയാം കണ്ടപ്പോൾ അവൻ മുമ്പിലത്തെ പോലെ ലക്ഷണം നോക്കുവാൻ പോകാതെ മരുഭൂമിക്ക് നേരെ മുഖം തിരിച്ച് ബിലയാം തല ഉയർത്തി ഇസ്രായേൽ ഗോത്രമായി പാർക്കുന്നത് കണ്ടു. ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവൻ സുഭാഷിതം ചൊല്ലിത്തുടങ്ങിയത് ബെയോരിന്റെ മകനായി ബിലയാം പറയുന്നു. കണ്ണടച്ചിരിക്കുന്ന പുരുഷൻ പറയുന്നു, ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കുന്നവൻ, സർവശക്തന്റെ ദർശനം ദർശിക്കുന്നവൻ, വീഴുമ്പോൾ കണ്ണു തുറന്നിരിക്കുന്നവൻ പറയുന്നത്, യാക്കോബേ നിന്റെ കൂടാരങ്ങൾ, ഹല്ലേലൂയ, ഇസ്രായേലേ നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരമായിരിക്കുന്നു. അപ്പൊ ഇസ്രായേൽ ദൈവത്തിന്റെ ജനമാണ്. ഇസ്രായേൽ ആരാണ്? ഇസ്രായേൽ ദൈവത്തിന്റെ ജനമാണ്. വീണ്ടെടുക്കപ്പെട്ട ജനം ആരാണ്? ദൈവത്തിന്റെ ജനമാണ്. അവരെ ശപിക്കുവാൻ ബിലയാമിന് കഴിയില്ല. ബാലാക്ക് നീ എത്ര പണം കൊടുത്താലും, നീ എത്ര പണം തന്നാലും ബിലയാമിന് ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ കഴിയത്തില്ല. കാരണം ബിലയാം കണ്ണു തുറന്ന് നോക്കിയപ്പോൾ എന്താ? ഇസ്രായേൽ ജനം ഗോത്രമായിട്ട് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, അവരുടെ നിവാസങ്ങൾ എത്ര മനോഹരമാണ്. പക്ഷേ ബിലയാം എന്ത് ചെയ്തു? ബാലാക്കയുടെ പണം മോഹിച്ച് ഇസ്രായേൽ ജനത്തെ ശപിച്ചില്ലെങ്കിൽ അവരെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചു. ഹല്ലേലൂയ. അതാണ് സംഖ്യാപുസ്തകം 25 വാക്യം വായിക്കുമ്പോൾ ബിലയാമിന്റെ വഞ്ചനയുടെ പരിണിത ഫലം അവിടെ കാണാൻ കഴിയും. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇസ്രായേൽ സിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബി സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. ഇസ്രായേൽ ബാൽപിയോനോട് ചേർന്ന് യഹോവയുടെ കോപം ഇസ്രായേലിന്മേൽ ജ്വലിച്ചു. ബിലയാമിന്റെ വഞ്ചന. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ കോട്ടയത്ത് വലിയൊരു മീറ്റിംഗ് നടന്നു. കോടിക്കണക്കിന് രൂപയുടെ ചെലവ് മുടക്കി മീറ്റിംഗ് നടത്തിയിട്ട് അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരെ വിളിച്ച് ശുശ്രൂഷിച്ചത് നിങ്ങൾ കണ്ടില്ലേ? അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകന്മാരെ വിളിച്ച് ശുശ്രൂഷിച്ച ആ ശുശ്രൂഷയ്ക്കകത്ത് ഒരു ദൈവദാസൻ പ്രസംഗിച്ച് ബാംഗ്ലൂരിൽ വന്നത്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾ കേൾക്കണം കേട്ടോ. അദ്ദേഹം പറഞ്ഞു, സെൻട്രൽ പാസ്റ്റർമാരുടെ ഭാര്യമാര് അസോസിയേറ്റ് പാസ്റ്റർമാരുടെ കൂടെ വേണമെങ്കിൽ ഒരാഴ്ച, 2 ആഴ്ച, 3 മാസമൊക്കെ പോയി പാർക്കുന്നതിന് കുഴപ്പമില്ലെന്നേ. അങ്ങനെ പാർത്തിട്ട് പിന്നെ മടങ്ങി വന്നാലും കുഴപ്പമില്ല. സഭ വളർന്നാൽ മതിയല്ലോ, സഭ വളരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവരുടെ സഭയുടെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ, കോട്ടയത്ത് വന്നിട്ട് ആ മെഗാ മീറ്റിംഗിൽ ദൈവദാസന്മാർ കൂടി ഒന്നിച്ച് സംഘടിപ്പിച്ച കേരളത്തിന്റെ രാജ്യത്തിന്റെ വെളിവിൽ സംഘടിപ്പിച്ച മീറ്റിംഗിനകത്ത്
വിലയാം ഇസ്രായേലത്തെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ദൈവമക്കളെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന, വ്യഭിചാരത്തിന് പ്രേരിപ്പിക്കുന്ന ശുശ്രൂഷകൾ നിങ്ങൾ കണ്ടില്ലേ? അല്ലേലിയ ഒന്ന് ഓർത്തു നോക്കി. സെൻട്രൽ പാസ്റ്റർമാരുടെ ഭാര്യമാര് അല്ലേലിയ വേണമെങ്കിൽ അസോസിയേറ്റ് പാസ്റ്റർമാർ അല്ലെങ്കിൽ ലോക്കൽ ചർച്ചിലെ ദൈവദാസന്മാരുടെ കൂടെ പോയി താമസിച്ചിട്ട് വന്നാൽ മതി. അവിടെ അങ്ങനെ പോയി സഭ വളരുന്നുണ്ടല്ലോ, സഭ വളർന്നാൽ മതി എന്ന് പറഞ്ഞാൽ പാപം ഒന്ന് പ്രശ്നം എന്ന് പറഞ്ഞാൽ അത്രമാത്രം അശുദ്ധിയിലേക്ക് ദർശനം നഷ്ടപ്പെട്ടു പോയി ദൈവസഭയ്ക്കകത്ത്. എന്നെ കേൾക്കുന്നവർ ഈ സ്നേഹിത, പണ്ടൊക്കെ ആൾക്ക് ചെണ്ടപ്പുറത്ത് കോരി വെക്കുന്നിടത്തെല്ലാം പോകരുത് ചൊല്ലുണ്ട് അല്ലേലിയ. അന്ന് പറഞ്ഞ പോലെ നീ കാണുന്നതിന്റെ പിന്നാലെ എല്ലാം പോകരുത്. കാണുന്നതിന്റെ പിന്നാലെയൊക്കെ പോയാൽ അവിടെ ചെന്നിരുന്നിട്ട് വചനത്തെ നീ വിവേചിക്കണം. വചനം വിവേചിച്ച് നിനക്ക് ഇഷ്ടമില്ല, അവിടെ ദുരുപദേശമാണ് വെളിപ്പെടുന്നെങ്കിൽ അശുദ്ധിയുടെ ശുശ്രൂഷയാണ്. ബിലയാമിനെ പോലെ ജനത്തെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ശുശ്രൂഷയാണ്. നീ അവിടെ വിട്ട് ഓടണം. യോസേപ്പ് ഓടിയതുപോലെ യോസേപ്പ് വനത്തെ ഓടിയതുപോലെ നീ ഇറങ്ങി ഓടണം അല്ലേലിയ. സ്തോത്രം. അപ്പം പാപം ചെയ്യാനും പ്രേരിപ്പിക്കും. കോടിക്കണക്കിന് രൂപ മുടക്കിയ മീറ്റിംഗ് ചെയ്തു. എന്താ പ്രയോജനം? എന്താണ് പ്രയോജനം? ചിലൊക്കെ ന്യായീകരിക്കുന്നൊരു കാണും. ന്യായീകരിച്ചാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്നെ കുറ്റം പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, ചീത്ത വിളിച്ചാലും കുഴപ്പമില്ല, ഭീഷണിപ്പെടുത്തിയാലും കുഴപ്പമില്ല. ഞാൻ ആരെയും ഭയപ്പെടത്തില്ല. കാരണം നമ്മൾ കാണുന്നത് പറയണം. കാരണം എന്നെ വിളിച്ച ദൈവമുണ്ട്. എന്നെ വിളിച്ച ദൈവം ശുശ്രൂഷ ചെയ്യാൻ വിളിച്ചതാ. ദിവ്യാഗ്രഹത്തിന് വേണ്ടിയിട്ടല്ല വിളിച്ചത്, ജനത്തെ പാപത്തിലേക്ക് വിളിച്ചയക്കാൻ വേണ്ടിയിട്ടല്ല വിളിച്ചത്. അപ്പൊ നിങ്ങളുടെ സഭയിലെ കാര്യം നിങ്ങളുടെ സഭയ്ക്കകത്ത് വിളമ്പണം. അത് പുറത്തു വന്ന് ഈ വലിയ ജനം കൂടിയിരിക്കുന്നതിന് മധ്യല്ലേ വിളമ്പേണ്ടത്. അതുപോലെ പാപത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ദ്രവ്യാഗ്രഹ സകലവിധ ദോഷത്തിന് മൂലമല്ലോ ചിലത് വിശ്വാസം വിട്ടുഴന്നു പോയി. അങ്ങനെ ബഹുദുഃഖങ്ങൾക്ക് കാരണമായി ദിവ്യാഗ്രഹം ബിലയാമിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ദിവ്യാഗ്രഹത്തിൽ അകപ്പെട്ടു പോയ ബിലയാം ഇസ്രായേലത്തെ ശപിച്ചില്ലെങ്കിൽ അവരെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞ പോലെ ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം പണം പറഞ്ഞ ഞങ്ങൾക്ക് ഇത്ര തന്നാലേ, ഞങ്ങൾക്ക് ഇത്ര കിട്ടിയാലേ ഞങ്ങൾ വരത്തുള്ളൂ. ഞങ്ങൾക്ക് ഇത്ര വേണം, ഞങ്ങൾ തന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് സ്റ്റാർ ഹോട്ടലുകൾ അല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലുകൾ മാത്രമേ ഞങ്ങൾ താമസിച്ച് ഞങ്ങളുടെ ഫുഡ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഉറപ്പിച്ച് ലേലം വിളിച്ചു പോകുന്ന അനവധി ശുശ്രൂഷകളുണ്ട്, അനവധി ശുശ്രൂഷകന്മാരുമുണ്ട്. അതിന്റെ കൂടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ നമ്മൾ മനസ്സിലാക്കണം. 3.5 വർഷം പരിചയ ശുശ്രൂഷ. കലിയ മരുഭൂമിയിലും കടൽപ്പുറത്തും നല്ല കുടിലുകളിലും ഗ്രാമങ്ങളിലൊക്കെ പോയി യേശു തന്റെ സുവിശേഷം അറിയിച്ച് ദൈവാലയങ്ങളിലൊക്കെ പ്രസംഗിച്ചിട്ട് രാത്രി മുഴുവൻ മലയിലിരുന്ന് പ്രാർത്ഥിച്ച് ശുശ്രൂഷ പ്രാപിച്ച യേശുക്രിസ്തു ദൈവവചനം പറയുമ്പോഴും കർത്താവും പറയുന്നത് നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ എന്നാണ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയും നമുക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ എന്നുള്ളതായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ ശത്രുക്കളെ സ്നേഹിപ്പാൻ പഠിപ്പിച്ച യേശുവ. ഹല്ലേലൂയ. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച യേശുവ. ഹല്ലേലൂയ. അനുഗ്രഹിക്കാൻ, നിങ്ങളെ ഉപദ്രവിക്കാതെ ശപിക്കാതെ അനുഗ്രഹിക്കാൻ പഠിപ്പിച്ചത് യേശുവ. ഇതൊക്കെ യേശുവിന്റെ അപ്പോസ്തലന്മാരിൽ കണ്ടിരുന്നു കേട്ടോ. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരില് ഈ ശുശ്രൂഷയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിന് ശേഷമായി, അപ്പോസ്തലന്മാർക്ക് ശേഷമായി ദൈവസഭകൾ ഭൂമിയിൽ പെരുകി തുടങ്ങി കഴിഞ്ഞപ്പോൾ ജനം പെരുകി, സഭ വർദ്ധിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു ജനത്തെ ആശീർവദിച്ച് അനുഗ്രഹിച്ച് അയച്ചതുപോലെയുള്ള ശുശ്രൂഷകൾ സഭയ്ക്കകത്ത് നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, വെളിപ്പാട് പുസ്തകം എഴുതിയപ്പം പറഞ്ഞത്, വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദിജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. അത് യോഹന്നാനും പറയുന്നത് നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകണമെന്നാണ്. എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് പറയട്ടെ, നിങ്ങൾക്കൊരു മീറ്റിങ്ങിനകത്ത് വന്നാൽ നിങ്ങൾ കൃപയും സമാധാനം പ്രാപിച്ചവരായിട്ട് മടങ്ങണം. ഹല്ലേലൂയ. ഹൃദയം നുറുങ്ങിയിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹൃദയങ്ങൾ തകർന്നിരിക്കുന്ന, മനസ്സ് തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ തന്നെയാണ് നമ്മൾ 51 സംഗീതം വായിക്കുന്നത്. അത് നീ ദൈവത്തിലേക്ക് വരുമ്പോൾ, നിന്റെ സങ്കടങ്ങൾ നീ ദൈവത്തിൽ പങ്കുവെക്കുമ്പോൾ, ഹല്ലേലൂയ, നിനക്ക് സമാധാനം കിട്ടുന്നില്ലെങ്കിൽ, നിനക്ക് കൃപയോടുകൂടി മടങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ, നീ ചെല്ലുന്ന സഭയ്ക്കകത്ത് നിനക്ക് ശാപ വാക്കുകളെ കിട്ടുന്നെങ്കിൽ നീ ആ സഭയ്ക്കകത്ത് പോകരുത്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവവചനം ശുശ്രൂഷിപ്പാനും കൃപയും സമാധാനം ജനത്തിന് പറഞ്ഞയച്ച് അവരെ ആശീർവദിച്ച് അനുഗ്രഹിപ്പാൻ ഇന്നത്തെ ശുശ്രൂഷകന്മാർക്ക് കഴിയുന്നില്ല.
അല്ലേ? എന്നാൽ കഴിയുന്ന അനവധി ഭക്തന്മാരായിരിക്കും ദൈവദാസന്മാരുണ്ട്. നമുക്കറിയാം, നമ്മുടെ അനവധി ഡിനോമിനേഷനുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാട്ട് അനേകം ഡിനോമിനേഷൻ ചർച്ചകളെ ഞാൻ ഇതിന് പേര് പറഞ്ഞില്ല. അവരുടെ ശുശ്രൂഷയുടെ അനുഭവം എന്നൊക്കെ പറഞ്ഞാൽ അവർ തങ്ങളുടെ മുമ്പിൽ വരുന്ന ജനത്തെ ആമീൻ ആശീർവദിച്ച് അനുഗ്രഹിച്ച് കൃപയും സമാധാനവും ഉള്ളിൽ നിറച്ച് അവരുടെ സങ്കടങ്ങൾ വിഷയങ്ങൾ എല്ലാം കേട്ടിട്ട് അവരെ സന്തോഷത്തോടെ പറഞ്ഞയക്കുന്ന നമ്മുടെ സഭകളുണ്ട്. ദേവദാസന്മാർ ഒരുപാട് ഉണ്ട്. എനിക്ക് ഒരുപാട് പേരാണ്. ഞാൻ ഒത്തിരി പേരുടെ ശുശ്രൂഷകളൊക്കെ അനുഭവിക്കും, കാണും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവസാനം പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ആമീൻ ദേഷ്യപ്പെടുന്ന അരിശപ്പെടുന്ന സമയമില്ലെന്ന് പറയുന്നവരും കണ്ടിട്ടുണ്ട്. അല്ലേലിയ. എന്നെ കേൾക്കുന്ന ജനിക്കുക, ദൈവം നമ്മെ ഏൽപ്പിച്ച ഈ മധുരമേറിയ ശുശ്രൂഷ അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. അല്ലേരിയ. നമ്മുടെ ശുശ്രൂഷയ്ക്കകത്ത് ആക്ഷേപം വരാതെ നമ്മുടെ ശുശ്രൂഷയെ നമ്മൾ കാത്തു സൂക്ഷിക്കാൻ കഴിയണം. അല്ലേരിയ. യേശു കാണിച്ചു തന്ന ശുശ്രൂഷ നമ്മൾ ചെയ്യണം. അല്ലേരിയ. ആരും നമ്മൾ ശവിക്കരുത്. പണം കിട്ടിയില്ലെന്ന് പറഞ്ഞ് ശവിക്കാൻ പാടില്ല. അല്ലേരിയ. പണം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ പണമില്ലെങ്കിൽ ഇല്ല, പണമൊക്കെ ദൈവം തരുന്നേ. അല്ലേരിയ. അതുകൊണ്ട് നിങ്ങൾ മറ്റ് സമുദായങ്ങളെ കണ്ടുപിടിക്കണം. മറ്റു സമുദായങ്ങൾക്കില്ലാത്ത അത്യാർത്ഥ ദൈവ്യാഗ്രഹം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് എവിടെ നിന്ന് വന്നു? അല്ലേരിയ. എവിടെ നിന്നാണ് അവർ എടുത്ത് പ്രസംഗിക്കുന്നത്? പണത്തെക്കുറിച്ചുള്ള മെസ്സേജുകൾ, പണത്തെക്കുറിച്ചുള്ള വചനങ്ങൾ മാത്രം എടുത്ത് പ്രസംഗിക്കരുത്. മുമ്പിൽ വന്നിരിക്കുന്ന ജനത്തിന്റെ ഹൃദയവേദന അറിയണം, അവരുടെ സങ്കടങ്ങൾ അറിയണം, അവരുടെ നൊമ്പരങ്ങൾ അറിയണം, അവരുടെ പ്രാർത്ഥന വിഷയം എന്താണെന്ന്. അതായിരിക്കട്ടെ നമ്മുടെ ശുശ്രൂഷ. സഭയ്ക്കകത്ത് സ്വത്രകാഴ്ച എടുക്കുന്നുണ്ടെങ്കിൽ അതിന് സമയം വരുമ്പോൾ അതിന് നിയോഗിക്കപ്പെട്ടവർ പോകട്ടെ, അത് എടുക്കട്ടെ. അവർക്കുള്ളത്, വിശ്വാസികൾക്കുള്ളത് അതിനകത്ത് ഇടട്ടെ. അവസാനം എണ്ണി തിട്ടപ്പെടുത്തി അതിന് കിട്ടിയത് എത്രയാണ് അതിനകത്ത് നീ തൃപ്തിപ്പെട്ടോണം. അല്ലേരിയ. അതാണ് ശുശ്രൂഷ കേട്ടോ. അല്ലേരിയ. ഈ സ്തോത്രം. അല്ലേരിയ. പൗലോസിന്റെ മിഷണറി യാത്രയ്ക്കകത്ത് പൗലോസിന് വേണ്ടുന്ന സമ്പത്തുകളൊക്കെ പിരിച്ചു കൊടുത്ത അല്ലേരിയ സഭയെക്കുറിച്ച് കൂടെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ആ പൗലോസിനെ ശുശ്രൂഷ ഹെൽപ്പ് ചെയ്ത ചില സഭകളൊക്കെ ആ സാഹചര്യത്തിൽ പൗലോസ് അവരോട് പറയുന്ന വചനങ്ങളുണ്ട്. അവരെ ആശീർവദിച്ച് അനുഗ്രഹിച്ച്, നിങ്ങൾ തന്ന ധനശേഖരണം, നിങ്ങൾ തന്ന നന്മ, നിങ്ങൾ കൂട്ടായ്മ കാണിച്ചതൊക്കെ എനിക്ക് അനുഗ്രഹമായി, എനിക്ക് സമാധാനമായി എന്നൊക്കെ പറഞ്ഞ് പൗലോസ് സന്തോഷിക്കുന്നത് നമ്മൾ ലേഖനത്തിൽ കാണാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രദീപദാസനെ നിന്റെ ഉള്ളിലെ ദിവ്യാഗ്രഹത്തെ എടുത്ത് കളയണം. എന്നിട്ടും എന്താണ് ഈ ശാപം മുഴുവൻ തന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ജനത്തെ മുഴുവൻ ശപിച്ചനുഗ്രഹിച്ചിട്ടും ശപിച്ചനുഗ്രഹിക്കുക. അങ്ങനത്തെ ശുശ്രൂഷ കേട്ടോ. ശപിച്ചനുഗ്രഹിക്കുന്ന ശുശ്രൂഷ, ദുരാത്മാവിന്റെ ശുശ്രൂഷ. എന്നിട്ട് ഈ ജനം അതിനകത്ത് തന്നെ ഇരിക്കുക. ഞങ്ങൾ ഈ ശാപം കേട്ട് ഇതിനകത്ത് തന്നെ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ എത്ര കാലം വാല് കൊള്ളിട്ടാലും അത് അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞാലേ, നായുടെ വാല് എത്ര വർഷം കൊള്ളിട്ടാലും ഊരും മടങ്ങി തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞാല്, ഞങ്ങൾ എത്ര ശാപം കേട്ടാലും ഞങ്ങൾ ഇവിടെ വിട്ടു പോകത്തില്ലെന്നേ അങ്ങനെ പറഞ്ഞിരിക്കുന്നവരുമുണ്ട്. ഇന്ന് പകൽ ദൈവത്തിന്റെ വചനത്തിലൂടെ പറയട്ടെ, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ദൈവം നിന്നെ ന്യായം വിധിക്കുന്ന ദിവസമുണ്ട്. ദൈവത്തിന്റെ ന്യായാസന മുമ്പിൽ എല്ലാവരും നിൽക്കണം. വലിപ്പച്ചെറുപ്പമില്ലാതെ. അല്ലേ? അവിടെയൊക്കെ ഞാൻ സെൻട്രൽ മാസ്റ്റർ ആയിരുന്നു. എനിക്ക് അമേരിക്കൻ സഭയുണ്ട്, കാനഡ സഭയുണ്ട്, ഇസ്രായേൽ സഭയുണ്ട്, എനിക്ക് കേരളത്തിൽ സഭയുണ്ട്, പഞ്ചാബി സഭയുണ്ട്, വടക്കേന്ത്യ സഭയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ സെൻട്രൽ മാസ്റ്റർ, ഞാൻ സഭയുടെ പിതാവ്, സഭാ സ്ഥാപകനായി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അവിടെ ചെന്ന ദൈവം നിങ്ങളെ അംഗീകരിക്കത്തില്ലെന്ന്. കർത്താവിന് മുഖപക്ഷമില്ല. കർത്താവിന്റെ മുമ്പിൽ എല്ലാവരും ഒരുപോലെ. കുടിലിൽ തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന സകല ജനങ്ങൾ ഒരു യാചകൻ രക്ഷിക്കപ്പെട്ട് അവൻ വിശ്വാസത്തിൽ മരിച്ചാലും ജീവിത വിശുദ്ധിയിൽ മരിച്ചാലും ഒരു ധനാഢ്യം മരിച്ചാലും ഇവന്റെ ആത്മാവിന്റെ വില ഒന്ന് തന്നെയാണ്. ആത്മാവിന്റെ വില ഒന്ന് തന്നെയാണ്. ദൈവത്തിന് അവരുടെ മുഖപക്ഷമില്ല. ദൈവം പ്രതിഫലം നൽകുമ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം മുന്തിരിത്തോട്ടത്തിൽ വേലയ്ക്ക് അയക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയും. ലലിയ. അലിയ. 3-ാം മണിക്ക് പുറപ്പെട്ടവരുണ്ട്, 6-ാം മണിക്ക് പുറപ്പ്, 9-ാം മണിക്ക് പുറപ്പ്, 11-ാം മണിക്ക് പുറപ്പെട്ടവരുണ്ട്. പകൽ മുഴുവൻ വേല ചെയ്ത് 11-ാം മണിക്ക് വേല വിളിച്ചവരും എല്ലാം ഒരേ വിളിക്കാശ് കൊടുക്കും കാണാൻ കഴിയും. അപ്പോൾ പുരോഹിതമ കർത്താവ് എനിക്കുള്ളതുകൊണ്ട് ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെയ്യുന്നു. അല്ലേ? അതേപോലെ പ്രതിഫലം നൽകുന്ന കർത്താവാണ്. അല്ലെ? നമ്മൾ ആരെയും കുറ്റം വിധിക്കരുത്. അതുകൊണ്ട് ദിവ്യാഗ്രഹമില്ലാത്ത ശുശ്രൂഷയ്ക്കായി ദൈവം ഈ നാളുകളിൽ ദൈവദാസന്മാരെ, ദൈവമക്കളെ ആഹ്വാനം ചെയ്യുന്ന അവരെ ദൈവം സന്തോഷത്തെ കാണുന്ന അവരെ ദൈവം അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുക. വായിച്ച ബന്ധത്തിലേക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചല്ലോ. 1-ാം അധ്യായം 5-ാം വാക്യം, വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദിജാതൻ ഭൂരാജകുമാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. അത് ഇന്ന് പകൽ എനിക്കും പറയാനുള്ളത് അതാ. എന്നെ
കേൾക്കുന്ന സ്നേഹിത, എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, മാനസികമായി തകർന്ന് ഹൃദയവേദന ദുഃഖത്തോടെ സാമ്പത്തിക ഞെരുക്കത്തിൽ കടബാധിത രോഗത്തെ മഹാവ്യാധിയാൽ കുടുംബജീവിതം തകർന്ന് ഭിന്ന ഭിന്നമായി നീ തകർന്ന അവസ്ഥയാണോ, നീ വേദനിക്കുന്ന അനുഭവമാണ് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നത്. കൃപയും സമാധാനവും ദൈവം നിനക്ക് പകരാൻ ആഗ്രഹിക്കുന്നു. അതേ കൃപയും സമാധാനം നിന്റെ ഉള്ളിൽ നിറഞ്ഞു കഴിയുമ്പോൾ നിന്റെ മാനസികമായ വേദനകൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങളെല്ലാം മാറി ദൈവം നിന്നെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ളവരെയാണ് ആകാശത്തിന്റെ കിളിവാതികൾ തുറന്ന് അനുഗ്രഹിക്കുന്നത്. അല്ലാതെ ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം എടുത്തു വെച്ചിട്ട് അതിനകത്തെ ശുശ്രൂഷ ജനത്തെ കാണിച്ച് പേടിപ്പിക്കരുത്. പേടിപ്പിച്ചിട്ട് നീ അല്ലെങ്കിൽ പണപ്പിരിവ് നടത്തരുത്. എന്നെ കേൾക്കുന്ന സോനാവി, പണപ്പിരിവല്ല ദൈവവചനം എന്ന് പറയുന്നത്, പണപ്പിരിവല്ല ശുശ്രൂഷ, പണപ്പിരിവല്ല സുവിശേഷം എന്ന് പറയുന്നത്. അല്ലേ, ഇത് വയറ്റിപ്പിഴപ്പിനല്ലത് ചെയ്യേണ്ടത്. മനുഷ്യനെ പാപത്തിൽ നിന്ന് പിടിപ്പിക്കുന്ന, അവന് സമാധാനം കൊടുക്കുന്ന ശുശ്രൂഷയാ. അതുകൊണ്ട് ഇത് പകൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യോഹന്നാൻ പറഞ്ഞതുപോലെ ഞാൻ പറയട്ടെ, യേശുക്രിസ്തു നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഭാരപ്പെട്ടിരിക്കുന്നതിന്റെ ജീവിതത്തിൽ ഇന്ന് പകൽ ദൈവം ചില മാറ്റങ്ങൾ വരുത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നിനക്ക് വേണ്ടി ഉപവസിക്കുന്ന, നിന്റെ വിഷയങ്ങൾ കേൾക്കുന്ന, നിന്റെ കണ്ണുനീര് കാണുന്ന, നിനക്ക് ആശ്വാസം പറഞ്ഞു തരുന്ന അനവധി ദൈവദാസിദാസന്മാരുണ്ട്. അവരോടൊപ്പം ചേർന്ന് നീ പ്രാർത്ഥിക്കുവാൻ നമുക്ക് പരിശുദ്ധ ആഹ്വാനം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയ പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കർത്താവ്, കേരളത്തിൽ 700 കോടി ജനത്തിനായി വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവി, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങളെ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്ഞമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകളെ ഭരിക്കുക, ഭരിക്കരെ, കരസേന, വ്യോമ, അതിർത്തികൾക്കും BSCRD പടക്കമുള്ള എല്ലാവരെയും കർത്താവ്, ക്രമസമാധാന പാലകരെ, നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്നവരെ, ഞങ്ങളുടെ പോലീസിന്റെ വിവിധ സെക്ഷനുകളെ കർത്താവ്, ജുഡീഷ്യറിക്കാരുടെ വിവിധ സെക്ഷനുകൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരിയിലും കടലും ആകാശമാർക്കും വാഹനം ഓടിക്കും, വാഹന യാത്രയും വാഹന നിർമ്മിതാക്കൾ സെയിൽസ് ചെയ്യുന്നവർ, കടലോര വാസികൾ, തീരദേശവാസികൾ, കടലോര ആടുകളിൽ മത്സ്യത്തിനെ കടന്നുപോയിരിക്കുന്നവർ, കരികളിലും കമ്പിന്റെ ഫാക്ടറിയും ജോലി ചെയ്യുന്ന വലുത് ചേർന്ന എല്ലാ വ്യാപാരി വ്യവസായികളെയും, എല്ലാ വഴിയോര കച്ചവടക്കാരെയും കർത്താവ്, ക്ഷീരമേഖലയിൽ കാർഷിക പണിയെടുക്കുന്നവർ, കൺസ്ട്രക്ഷൻ മെക്കാനിക്, മോട്ടോർ യൂണിയനകത്ത് പണിയെടുക്കുന്നവർ, കർത്താവ്, എല്ലാ ടാക്സിയുടെ ഡ്രൈവേഴ്സിനെ, എല്ലാ ഹെവി വാഹനം ഓടിക്കുന്നവരെയും കർത്താവ്, പാടത്തും പറമ്പിലും കോടിയിലും പണിയെടുക്കും, മണ്ണിലോടും കല്ലിലോടും പണിയെടുക്കുന്ന, ഘടന വളരെ അധ്വാനം ചെയ്യുന്ന, കടകളിലൊക്കെ ജോലിക്ക് കടന്നു പോകുന്നവർ, വിവിധ കഷ്ടതയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. കർത്താവ്, ഇവരെല്ലാം ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുകയാണ്. സകലമേൽ, ബുദ്ധിമേൽ, ആരോഗ്യമേൽ, വിദ്യാഭ്യാസ, സാമ്പത്തികമേൽ, ബാങ്ക് മേഖലയിലായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ അവസാന ജീവനക്കാരെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ്, ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെടുന്നവരുണ്ട്, വളരെ വേദനിക്കപ്പെടുന്നുണ്ട്. അവരുടെ ഹൃദയങ്ങളെ അറിയണമേ. ഇറങ്ങി വ്യാധികൾ, ഭാരത്താൽ, രോഗത്താൽ, വിധമായ പ്രതിസന്ധികൾ കടന്നു, കടക്കടിയാൽ കടന്നു ജപ്തി നടപടി നേരിടുന്നവരുണ്ട്. അവരെല്ലാം കർത്താവ് മാനിച്ച് അനുകരിക്കണമായിട്ട് ഭരണവിശ്വ പാർട്ടികൾ, മത, സാമൂഹിക, സംസ്കാര, ചരിത്ര, മാധ്യമ, മീഡിയ നിൽക്കുന്നവരെ എല്ലാവരും അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുകയാണ്. മദ്യത്തിനുമായി വെടിപ്പെട്ടവർ, ലഹരിക്കടിപ്പെട്ടവർ, കുടുംബജീവിതം തകർന്നവർ, കുടുംബജീവിതം ചിന്ന ഭിന്നമായി മാറിയവർ, ഭാരം അനുഭവിക്കുന്നവരെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കും. ദേശരാജ്യങ്ങൾ കഷ്ട സഹിക്കുന്നവരെ, നൊമ്പരപ്പെടുന്ന മണരാജ്യത്തിൽ വേദന, ജോലി നഷ്ടപ്പെട്ടവർ, വിസൈരാമ കാലാവധി കഴിഞ്ഞ് വിസയ്ക്ക് പുതുക്കാൻ ഭാരപ്പെടുന്നവർ, പാസ്പോർട്ട് നഷ്ടപ്പെട്ടവർ, പാസ്പോർട്ട് പിടിച്ചു വെച്ചിരിക്കുന്ന ചിലവർ, വിദേശ പീഡനയുടെ സൗകര്യ സമന്മാർ എല്ലാം ദൈവം അനുഗ്രഹിച്ച് അവർക്ക് ആശ്വാസം, സമാധാനം കൊടുക്കണം. യേശുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, കഷ്ടതയുടെ തീച്ചൂടെ കടന്നു പോകുന്ന അനേകം നോമ്പരപ്പെടുന്നവരുണ്ട്. അവർക്ക് ദൈവം സമാധാനം കൊടുക്കണമേ. ശൈശവത്തെയും ബാല്യത്തെയും കൗമാരം, യൗവനത്തിലും വാർത്തയും ദ്രാവിഡത്തിലും അശമ യാചകർ, ഓർഫനേജിൽ ഓൺലൈൻ തടവരായിരിക്കുന്നവർക്കായി പാപത്തിൽ, ശാപത്തിൽ വീണ് കിടക്കുന്ന അനവധി ആളുകളെ ഇതുപോലെ കർത്താവേ, അവരുടെ പേരിൽ യേശുക്രിസ്തുവിൽ നിന്ന് കൃപയും സമാധാനം നൽകി അവരെ അനുഗ്രഹിച്ച് അവരുടെ ഹൃദയത്തിന്റെ വേദനകൾ പരിഹരിക്കുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാ കുടുംബങ്ങളും സമാധാനം വരട്ടെ, എല്ലാ കുടുംബങ്ങളും സന്തോഷം വരട്ടെ, ശാപങ്ങൾ മാറിപ്പോകട്ടെ, ദുരാത്മാവിന്റെ വേദനകൾ, അശുദ്ധാത്മാവിന്റെ വേദനകൾ മാറിപ്പോകട്ടെ. കുടുംബത്തെ തകർക്കുന്ന, ചിഹ്നഭിന്നമായി മാറുന്ന എല്ലാ അന്ധകാരം മാറട്ടെ. ദൈവദിനത്തെ ശമിക്കുന്ന അന്ധകാര ശക്തിയെ നീക്കിക്കളണമേ. ദിവ്യാഗ്രഹങ്ങളെ ദൈവം സന്ദർശിക്കണമേ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ചില ദിവ്യാഗ്രഹികൾ വാമ്പോരെ മാനസാന്തരം ഉണ്ടാകുവാൻ യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ജനത്തിന്റെ കഷ്ടതയിൽ കൂടി സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവമക്കളെ ദൈവദാസനെ അനുഗ്രഹിക്കണമേ. അവിടെ ശുശ്രൂഷകളെ മാനിക്കണമേ. ദിവ്യാഗ്രഹമില്ലാത്ത ശുശ്രൂഷ ചെയ്യുവാൻ, ആത്മാവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ജനത്തെ ഒരുക്കണമേ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.